സഖാവ് പിണറായിയെ ഉന്നം വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഉന്നം വെക്കുന്നതാണ്. ശ്രീ വി ഡി സതീശൻ വല്ലാതെ ചിരിക്കുന്നുണ്ടാകും, കോൺഗ്രസ് ചിരിക്കുന്നുണ്ടാകും. തുടർച്ചയായി കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം ഇ ഡി എന്തുകൊണ്ട് പിണറായിയെ തേടി വരുന്നില്ല എന്നതായിരുന്നു. എന്തുകൊണ്ട് ഇ ഡി ഇത്രയും ദിവസം കാത്തിരുന്നു എന്നും ഇപ്പോൾ വ്യക്തമാണ്. സംഘപരിവാർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രസും സംഘപരിവാറും ഒരുമിച്ചു ചേർന്നോ ഈ ചെങ്കൊടിയെ ഒന്ന് തൊഴാൻ വന്നു നോക്ക്, കാത്തിരുന്ന് കാണാം അതിന്റെ റിസൾട്ട്. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. കേരളത്തിലെ സംഘടിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യുവജന പ്രസ്ഥാനവുമെല്ലാം ഒരുമിച്ചു നിന്ന് ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ, സംഘപരിവാരത്തിന്റെ ഈ അമിതാധികാര പ്രയോഗത്തിനെതിരെ, രാഷ്ട്രീയ നീക്കത്തിനെതിരെ അതിശക്തമായി പ്രതിരോധിക്കും. ബി ജെ പിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടികളെ, നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളെ, അതിന്റെ നേതാക്കളെ ഇ ഡിക്ക് വേട്ടയാടാൻ കൊടുക്കാനുള്ള കരാർപ്പണിയേറ്റ ചരിത്ര ദൌത്യമാണ് കോൺഗ്രസ് നിർവഹിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി. പാർട്ടിക്ക് ഇതിൽ ഡിവൈഎഫ്ഐക്ക് പ്രതിസന്ധി എന്താണ്? പിണറായിക്കെതിരായുള്ള നടപടിയാണോ അതോ വീണയ്ക്കെതിരായുള്ള നടപടിയാണോ? ചോദ്യം മനസ്സിലായി. ആ കുത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. എനിക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നുവെന്നും ഈ ചോദ്യങ്ങളെല്ലാം എന്തിലേക്ക് നീങ്ങുന്നുവെന്നും. അതെല്ലാം നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണ്. ഇ ഡിയെ പേടിക്കുന്നില്ല, പിന്നല്ലേ നിങ്ങൾ 4-5 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ മാധ്യമങ്ങളല്ല, നിങ്ങൾ 1-2 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം അതവിടെ നിൽക്കട്ടെ. അതാ പറഞ്ഞത്. നിങ്ങളുടെ ആ ചോദ്യത്തെ, നിങ്ങളുടെ വെയിറ്റ് ചെയ്യൂ, അല്ല, നിങ്ങളുടെ ഈ ചോദ്യത്തെ നിങ്ങൾ ഈ നിലയിൽ ചോദിക്കുന്നത് പിണറായിയുടെയും ഈ പാർട്ടിയുടെയും ചോര കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനെ ഞാൻ ഈ നിമിഷം വിശദീകരിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത് ഈ നിമിഷത്തിലെ കുത്തിത്തിരിപ്പ് ചോദ്യമെന്നാണ്. ആ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അതിന്റെ മറുപടി. ഈ റെയ്ഡിന്റെ മുമ്പിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങുന്ന ജനത്തിന്റെ മുമ്പിൽ നിന്ന് ദയവായി ഈ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു മര്യാദ ഈ നിമിഷം മാധ്യമങ്ങൾ പുലർത്തണം. അതാണ് എല്ലാവർക്കും നല്ലത്. ഇന്ന് പുലർച്ചെ 6 മണി മുതൽ ഇ ഡി തടവിൽ വെച്ചിരിക്കുന്നത് വീണ വിജയനെ അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയനെയാണ്. 2, ഈ നിമിഷം വരെ ഇ ഡി തടവിൽ വെച്ചിരിക്കുന്നത് വന്ധ്യവയോധികരായ പി എ മുഹമ്മദ് റിയാസിന്റെ ഉമ്മയെയും വാപ്പയാണ്. ഇ ഡിയുടെ ആ കണ്ണിന്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇ ഡിയുടെ ഈ വേട്ടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊന്നു സഹോദര, അതിന് അനൌചിത്യമെന്നല്ലാതെ അതിനപ്പുറത്തൊരു വാക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഇപ്പൊ എനിക്ക് പറയാൻ തരമില്ല. അതുകൊണ്ടാണ് മാത്രം അതിന് കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരുന്നത് ഇ ഡി എവിടെ, ഇ ഡി എവിടെ, പിണറായിയുടെ വീട്ടിൽ ഇ ഡി കയറാത്തതെന്നാണ്. അതേ കയറിയല്ലോ. അപ്പോ ഇത്രയും കാലം രാഹുൽ കാത്തിരുന്ന ഇ ഡിയാണ് ഇപ്പോൾ വന്ന് കയറിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം സഖാവ് പിണറായി ഡൽഹിയിൽ വരുമ്പോൾ എന്തായിരുന്നു ആരോപണം? കോൺഗ്രസ് നടത്തിയ ആരോപണം എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയണ്ടേ? വി ഡി സതീശൻ തേടി വന്നത് തന്റെ രാഷ്ട്രീയ യജമാനന്മാരെ വിവരങ്ങൾ അറിയിക്കാൻ. വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യജമാനന്മാരെ തേടിയാണ് വന്നത്. ഇല്ലെങ്കിൽ എന്തിനാണ് ബി ജെ പിയുടെ സീല് കീശയിലിട്ട് നടക്കുന്ന രത്തൻ കൽക്കറെ സ്വന്തം സെക്രട്ടറിയാക്കിയത്? എന്തിനാണ് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്ന ലവ് ജിഹാദ് നിയമം അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങൾ ഈ കേരളത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനെ, ഒരാളെ, അദ്ദേഹത്തെ മാത്രം തന്നെ തന്റെ സെക്രട്ടറിയാക്കി വെക്കണം. ആരെ തൃപ്തിപ്പെടുത്താനാണ്? ഇനി ഏത് ഇ ഡി വേട്ടയാടിയാലും വി ഡി സതീശൻ സവർക്കറുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നതുപോലെ, വണങ്ങി നിന്നതുപോലെ പിണറായി വിജയനും ഈ പാർട്ടി ഒരാളും സംഘപരിവാറിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കില്ല.